അപ്പം നമ്മുടെ തമിഴ്നാട് സ്റ്റൈല് മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സംഭവം സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. കാര്യം എന്താ ഇന്നെ സ്പെഷ്യൽ? അന്തരിക്കും വണക്കം. ഇന്ന് നമ്മൾ ചെയ്യ പോകുന്നത് തമിഴ്നാട് സ്റ്റൈൽ மட்டன் பிரியாணி. അതുകൊണ്ടാണോ തമിഴിൽ സംസാരിക്കുന്നത്? அதுக்காக தான் நான் தமிழ்லனே பேசிக்கிட்டு இருக்கேன். இது ரொம்ப ருசியான ரொம்ப சிம்பிளான டிஷ்ஷு. டைம் வேஸ்ட் பண்ணாத, வா നമുക്ക് പെട്ടെന്ന് ആരംഭിക്കലാമാ? അപ്പൊ നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ ബിരിയാണി. നമ്മൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 1 കിലോ മട്ടനാണ്. അത് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യത്തിന് വെള്ളം ഒഴിക്കുക, അതൊന്ന് വേവാനായിട്ടുള്ള. സോ ഏകദേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നീട് നമുക്ക് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നീട് അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 3 വിസിലടിക്കുക. കാര്യം മട്ടൻ ഒത്തിരി ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ബിരിയാണിയിൽ ആ ഒരു ഇത് കിട്ടത്തില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഒരു 3 വിസിലാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസ് ഗ്രേവി സെറ്റ് ആക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ കുറച്ച് ഗീയും ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ്, ഇതിനകത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി ഇതെല്ലാം കൂടി വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ആ എണ്ണയിലോട്ട്, ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 2 സവോളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതും കൂടി സ്ലൈസ് ആക്കിയിട്ട് ഇതിനകത്തോട്ട് ഇടുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇത് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ചില്ലീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 4 ചില്ലീസ് എന്ന് പറഞ്ഞാൽ കട്ടൊന്നും ചെയ്യുന്നില്ല, അത് മുഴുവനായിട്ട് അതേപോലെ അങ്ങ് ഇട്ടേക്കാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരണം. ആള് ഭയങ്കര പണിയിലാ. അപ്പം നമ്മൾ മട്ടൻ വെന്ത് വന്നത് അതിനകത്തോട്ട് എടുത്തിടുകയാണ്. സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ, അത് റൈസിൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ ആഡ് ചെയ്യാവുന്നതാണ്. മട്ടൻ ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് 2 തക്കാളി നമ്മൾ ആഡ് ചെയ്തു. ഇനിയാണ് കൊറിയാണ്ടർ മിൻറ്റ് ലീഫ്, ഇതും കൂടി ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മിൻറ്റും കൊറിയാണ്ടറും ആഡ് ചെയ്ത് കഴിഞ്ഞു. അതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് ബേസിക് മസാലയായിട്ടുള്ള ഒരു 2 ടീസ്പൂൺ ഓഫ് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബിരിയാണി മസാല, ഈ ബിരിയാണി മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു റെസിപ്പി അടുത്തൊരു ദിവസം ഞാൻ ആഡ് ചെയ്യാവുന്നതാണ്. അതൊരു 2 സ്പൂൺ മാത്രം ഇട്ടാൽ മതി, കാര്യം നല്ല സ്മെല്ലുള്ള ബിരിയാണി മസാലയാണിത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ വന്നു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3 സ്പൂൺ തൈരാണ്. ആ തൈരും കൂടി ആഡ് ചെയ്ത് അടുത്ത നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റൈസാണ്. ഇത് ഓൾറെഡി ബസ്മതി റൈസ് നമ്മളൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 2 ഗ്ലാസ് വേണ്ട, ഏകദേശം ഈ ഗ്ലാസിൻ്റെ സൈസിലാണ് എടുത്തേക്കുന്നത്, 2 ഗ്ലാസ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ 2 ഗ്ലാസ്സിന് ഏകദേശം 3 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റോക്കിൽ നിന്ന് 2 ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഗ്ലാസ് വെള്ളം കൂടി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 3 ഗ്ലാസ് വെള്ളമാവും. അത് നമ്മുടെ കറക്റ്റ് ബിരിയാണിയുടെ വേവിന് സെറ്റാവുന്നതാണ്. കാര്യം റൈസ് നമ്മൾ ഒത്തിരി നേരം കുതിർത്ത് വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. ബിരിയാണിയിൽ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത്. കാര്യം ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. അഡിക്വേറ്റ് ഉപ്പ് ആഡ് ചെയ്യണം, അഡിക്വേറ്റ് വെള്ളം. ഇല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണി മൊത്തത്തിൽ ഈ ഫ്ലോപ്പായി പോകുന്നതായിരിക്കും. വെള്ളം ഒത്തിരി ആയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും, വെള്ളം ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ അരി വേവത്തതുമില്ല. സോ ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലെടുക്കുക. പിന്നെ ഓരോ അരിക്കും ഓരോ വേവായിരിക്കും. അപ്പം നമുക്കത് ഒരു വട്ടം കുക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം. അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഇനി റൈസ് ആഡ് ചെയ്യുക. ഉപ്പെല്ലാം നല്ലപോലെ ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് കുതിർത്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഇത് വേവാൻ വയ്ക്കുക. ശേഷം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഏത് പരുവത്തിലായിട്ടുണ്ടെന്ന് നോക്കാം. ഇനിയിപ്പോൾ ജസ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയും വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, കുറച്ച് നേരം കൂടി വേണം. വെള്ളം പറ്റിയെടുക്കുമ്പോഴാണ് കറക്റ്റ് ബിരിയാണി സെറ്റാവുന്നത്. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് ബിരിയാണി. നമുക്ക് ചെന്നൈ ബിരിയാണി ഇറ്റ്സ് സിമ്പിളാണ്.
ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ബിരിയാണിയാണ് ചെന്നൈ ബിരിയാണി. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ഏകദേശം എൻഡിലെത്തിയേക്കുകയാണ്. നമുക്ക് നോക്കാം എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത്. ആഹാ, സെറ്റായിട്ടുണ്ട്, വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി കറക്റ്റ് ഒരു മിനിറ്റും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആ വെള്ളവും കൂടി പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ബിരിയാണി സെറ്റായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് വെറും ലോ ഫ്ലെയിമിനകത്ത് ഒന്ന് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മീനുട്ടിയാണ് ബിരിയാണി ടേസ്റ്റ് ചെയ്ത് പറയുന്നുള്ളത്. അമ്മ തങ്കമേ, നീ സാപ്പിട്ട് சொல்லு எப்படி இருக்குன்னு. உனக்காக நான் சமைச்சுக்கிட்டு கொண்டு வந்திருக்கேன் இங்கே, சாப்பிடு. அரே you know what அப்படி is இருந்தா this நோ சாப்பிடு. food first name? biryani. Which biryani? It's a Tamil Nadu mutton biryani. Taste and tell how it tastes. எப்படி இருக்கு சமையல்? ரொம்ப நல்லாவே இருக்கா, ரொம்ப கொடுமையா இருக்கா? How is it taste? Super good. You like it really? Yes. என் செல்லம், சாப்பிடு, ஒரு ஸ்பூன் கூட சாப்பிடு, சாப்பிடு செல்லம். You can eat now. Yeah. അപ്പം നമ്മുടെ തമിഴ്നാട് സ്റ്റൈല് മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മട്ടൻ ബിരിയാണിയുടെ കൂടെ റൈത്ത, നാരങ്ങാച്ചാർ, ഒരു ഓണിയൻ, പിന്നെ നമ്മുടെ മട്ടൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചത് വെച്ച് ഒരു ഗീ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും റിവ്യൂ ഞാൻ തന്നെ പറയുന്നതാണ്. റിവ്യൂ തമിഴിൽ പറഞ്ഞാലോ? തമിഴിൽ സൊല്ലട്ടുമാ? എന്തായാലും ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഇനി തമിഴിൽ ചൊല്ലി അത് കുളവാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞേക്കാം. ഞാനും മീനുട്ടി ഓൾറെഡി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ സംഭവം സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. കാര്യം നമ്മൾ റൈസ് സെപ്പറേറ്റ് ആയിട്ടല്ലോ, ആ ഒരു വാട്ടറിൽ തന്നെ ഇത് ചെയ്യുന്ന കാരണം മൊത്തം A to Z കണ്ടൻറ്റ് അതിനകത്തോട്ട് പിടിക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവറും എല്ലാ കാര്യങ്ങളാണ്. ഒത്തിരി മസാലയായിട്ട് ഓവറാക്കരുത്, പക്ഷേ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലുള്ള പുതിയ ബിരിയാണി വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. സൈൻ ഓഫ്.